ഇന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഈ 5 ഭാഗ്യശാലികളെയും ഇന്നിവിടെ കൂടുന്ന ആളുകളിൽ ഒരു ഭാഗ്യശാലിയെയും തിരഞ്ഞെടുക്കുകയാണ്. അതായത് പ്രേക്ഷകരായി വരുന്ന, അതായത് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് അവസാനം വരെ അവിടെ നിൽക്കുന്നവർക്ക് അവരുടെ പേരും ഫോൺ നമ്പറും ഈ ബോക്സിൽ എഴുതിയിടുകയാണെങ്കിൽ ആ ഒരു സമ്മാനം അതായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. 500 രൂപയുടെ ഒരു പർച്ചേസ് കൂപ്പണാണ്. പൊന്നുരുത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിലെ ഏത് അംഗത്തിന്റെ കടയിൽ നിന്നും അത് മാറാവുന്നതാണ്. ഞങ്ങളുടെ ഈ പരിപാടി വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹവും എല്ലാം ഉണ്ട്. ഞങ്ങളുടെ യൂണിറ്റിന്റെ എല്ലാ കടകളിലും നിന്ന് ലഭിക്കുന്ന ഈ കൂപ്പൺ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ നിന്നും ഇന്ന് 5 ഭാഗ്യശാലികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആദ്യമായി ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് എത്തിയ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ സുധീർ മേനോനെ ഞാൻ വേദിയിലേക്ക് ആനയിക്കുന്നു. ഇന്ന് ഇവിടെ ചീഫ് ഗസ്റ്റായി എത്തിയിരിക്കുന്നത് മിസ്റ്റർ ഷാനവാസ്, തക്കാരും റെസ്റ്റോറൻറ്റ്, ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ്. അദ്ദേഹത്തെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റൈസ് റിസർച്ച് റോഡ് റെസിഡൻസ് അസോസിയേഷൻ പിന്നെ പ്രസിഡന്റാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്, സെക്രട്ടറിയാണ് എത്തിയിരിക്കുന്നത്. ശ്രീ സന്തോഷ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ മുൻ സെക്രട്ടറി ഇന്ത്യ സ്റ്റുഡൻസ് ചേട്ടനെയും ഞാൻ ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ അംഗവുമായ തങ്കപ്പിള്ള സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. തങ്കപ്പിള്ള സാറിനെയും ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് സാർ, പ്ലീസ് കം. ഇന്നത്തെ ഈ പരിപാടിയുടെ ആദ്യ പരിപാടി എന്ന രീതിയിൽ ഞാൻ അധ്യക്ഷന് മൈക്ക് കൈമാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൊന്നുരുത്തി യൂണിറ്റ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ, അതായത് ചിങ്ങമാസം 1-ാം തീയതി മുതൽ ഈ വരുന്ന നവംബർ 2-ാം തീയതി വരെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓണം വ്യാപാരോത്സവം 2025 എന്ന പരിപാടിയുടെ 7ാമത്തെ നറുക്കെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ തീർച്ചയായും വ്യാപാരികൾക്ക് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിൽക്കാൻ പറ്റിയ ഏക അസോസിയേഷൻ ഒരേ ഒരെണ്ണമേ ഉള്ളൂ. അതാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു യൂണിറ്റായ പൊന്നുരുത്തി യൂണിറ്റ് കുറേ നാളുകളായി ഇവിടെ വ്യാപാരികൾക്ക് മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ അംഗങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ച് പൊന്നുരുത്തി നിവാസികൾക്ക് അവർക്ക് ഗുണപ്രദമാകുന്ന രീതിയിലുള്ള നറുക്കെടുപ്പുകൾ നടത്തി വരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 6 നറുക്കെടുപ്പുകൾ കഴിഞ്ഞു. ഇത് 7ാമത്തെ നറുക്കെടുപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 6 നറുക്കെടുപ്പുകൾ നടത്തി 5 നറുക്കെടുപ്പുകൾ 5000, 4000, 3000, 2000, 1000 വീതമുള്ള പ്രൈസ് വാല്യൂ വരുന്ന സമ്മാനമായി നൽകുകയും, അതോടൊപ്പം തന്നെ ഇവിടെ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കാണികളായ നിങ്ങൾക്ക് ഏവർക്കും ഈ മീറ്റിംഗ് അവസാനിക്കുന്നതോടുകൂടി ഇതിൽ നിന്നും ഇവിടെ പങ്കെടുക്കുന്നവരുടെ പേരുകൾ നമ്പറും ഇട്ട് നറുക്കെടുക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന ഭാഗ്യവാനോ ഭാഗ്യവതിക്ക് ഒരു 500 രൂപയുടെ പർച്ചേസ് കൂപ്പൺ കൂടി ലഭിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മളിന്ന് വ്യാപാരികൾ വളരെ ഈ ഒരു നാടിൻ്റെ ആവശ്യമാണെന്ന് എപ്പോഴാണോ ഇവിടെയുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നത്, അന്ന് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഷ്മളമായ ബന്ധത്തോടുകൂടി നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ഓൺലൈൻ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയുള്ള കച്ചവടം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അത് ഏതൊരു ഓൺലൈൻ കമ്പനിയായാലും ആ പൈസ മുഴുവൻ അവരിലെത്തിക്കുകയും അത് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മറിച്ച് ഇവിടെയുള്ള ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ സാധനം മേടിക്കുകയാണെങ്കിൽ ആ പൈസ ഇവിടെ തന്നെ ചെലവഴിക്കുകയും അത് മറ്റുള്ളവരുടെ കയ്യിൽ യഥേഷ്ടം എത്താനും, അങ്ങനെ ക്യാഷിൻ്റെ ഒരു വിനിമയം വളരെ സുഗമമായി നടക്കാനും എല്ലാവരുടെ കയ്യിലും കാശെത്താനും അത് സഹായിക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് കടക്കട്ടെ. ഒഫീഷ്യലായിട്ട് നമ്മുടെ യോഗത്തിൻ്റെ ഈ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യാനായിട്ട് നമ്മുടെ ഊർജ്ജസ്വലനായ ഈ പറയുന്ന ഈ പ്രോഗ്രാം വളരെ ഏകോപിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി നടത്തുന്ന ശ്രീ അരുൺകുമാർ സെക്രട്ടറി ക്ഷണിച്ചോളൂ. ആദ്യമായി പറയട്ടെ, ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഞങ്ങളുടെ പ്രസിഡന്റ് തന്നെയാണ്.
ഊർജ്ജസ്വലനായ സെക്രട്ടറി മാത്രമല്ല പ്രസിഡന്റും ഞങ്ങളുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഒത്തുചേർന്നുകൊണ്ട് പോകുന്ന ഈ പ്രോഗ്രാം ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് പ്രസിഡന്റ് പഴയ പ്രസിഡന്റായിരുന്ന ഷായിച്ചേട്ടൻ ഇവിടെയുണ്ട്. ഷായിച്ചേട്ടൻ്റെ എല്ലാ ബുദ്ധിയും ശക്തിയും ഒക്കെ ഞങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വൻ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഞങ്ങളുടെ പൊരുതി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സുധീർ മേനോനെ, നമ്മുടെ അധ്യക്ഷനാണ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ നമുക്കറിയാം ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീ ഷാനവാസ് സാർ. ഞാനൊക്കെ എൻ്റെ കുഞ്ഞിനെ ചെറുതായിരുന്നപ്പോൾ മുതൽ ഒരു KSRTC ബസ്സിൻ്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരേ വേദിയിൽ പങ്കിടാൻ പറ്റുമെന്ന്. ഞാൻ അത്രയും നല്ല ടേസ്റ്റി ഫുഡാണെന്ന് എല്ലാവരും പറയും പല ദൂരെ നിന്ന്. ഇത് എനിക്കൊരു ട്രാവൽസ് കൂടിയുണ്ട്, അതിൽ വരുന്ന കസ്റ്റമേഴ്സ് പലരും പറയാറുണ്ട് തക്കാരം റെസ്റ്റോറൻറ്റ്, അത് ഒമാനിയിൽ നിന്ന് വന്നൊരു ഗസ്റ്റാണ്, മലയാളികളാണ്, തക്കാരം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണം. ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ, അത്ര ടേസ്റ്റിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന് അവർ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വരുന്നു. അതേപോലെ നല്ല ഭക്ഷണം ഉണ്ടാക്കി നൽകുന്ന തക്കാരത്തിൻ്റെ മെയിൻ ഓണറായ ഷാനവാസ് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ റൈസ് റിസർച്ച് റോഡ് റെസിഡൻസ് അസോസിയേഷൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് ദീപം റൈസ് റോഡിൽ എനിക്കൊരു വീടുണ്ട്, അവിടെ ഞാൻ മെമ്പർ കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ നെയ്ബർ ആയിട്ടുള്ള അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സന്തോഷ് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ റൈസ് റിസർച്ച് റോഡ് മുൻ സെക്രട്ടറിയും നമുക്ക് ഈ സ്ഥലവും തന്ന ശ്രീ ഇന്ദുചൂടൻ ചേട്ടനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ പറയേണ്ടതില്ല, ഞങ്ങളുടെ നെടുന്തൂണായ ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് മെമ്പർ കൂടിയായ ഈ നമ്മുടെ തകമ്പുള്ള ചേട്ടനെ എല്ലാവർക്കും അറിയാം, ഉഷ മെഡിക്കൽസിന്റെ ഓണറാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ എൻ്റെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്, അവർക്ക് ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാ ഞങ്ങളുടെ എന്താ പറയുക കസ്റ്റമേഴ്സ് ആയാലും കച്ചവടക്കാരായാലും എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സെക്രട്ടറിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ നമ്മുടെ നറുക്കെടുപ്പ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനും അതോടൊപ്പം നിങ്ങളോട് സംസാരിക്കാനുമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ഈ റോഡിൻ്റെ ഹൈവേയിൽ ഈ റോഡ് അവസാനിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്ന തക്കാരം എന്ന് പറയുന്ന ഫാമിലി റെസ്റ്റോറൻറ്റ് ഉടമ ശ്രീ നൗഷാദ് അവറുകളാണ്. ഹോട്ടൽ ശൃംഖലയിലെ ഒരു വലിയ വ്യവസായി കൂടിയാണ് അദ്ദേഹം. ഒരു മാതൃക, ഒരു ബിസിനസ്സുകാർക്ക് ആർക്കും ഒരു മാതൃക, ഒരു റോൾ മോഡലായി നമുക്ക് കണ്ടുകൊണ്ട് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുവരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ ഷാനവാസ് തക്കാരം റെസ്റ്റോറൻറ്റ് ഉടമയെ ക്ഷണിച്ചോളൂ. നമസ്കാരം. ഞാൻ കണ്ണൂരുകാരനാണ്, പക്ഷേ ഞാൻ ഏറെക്കാലം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ ഈ പൊന്നൂരെന്ന പ്രദേശത്താണ്. ഇവിടെ കച്ചവടം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടുത്തെ ഒരു ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ഒരുപാട് വർഷമായി ഈ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഓൺലൈൻ കച്ചവടത്തിൻ്റെ ഹതഭാഗ്യരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും. നമ്മുടെ നാട്ടിലെ കച്ചവടം നടന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ നാടിൻ്റെ വളർച്ച വളരെ ഭംഗിയായി നടക്കൂ, എക്കണോമി സിസ്റ്റം വളരെ നന്നായിട്ട് പോകൂ. അതല്ലാത്ത പക്ഷം എല്ലാ മേഖലകളിലും ഇപ്പോൾ ഇദ്ദേഹം തുടങ്ങി വെച്ചുകൊണ്ട് പറയാം, ഓൺലൈൻ എന്ന് പറയുന്ന ഇതിൽ വളരെ നിർബന്ധിതരായ ഒരവസ്ഥയിലാണ് ഞാനടക്കമുള്ള കച്ചവടക്കാരുള്ളത്. കാരണം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വിൽപ്പന നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഓൺലൈനിലൂടെ വിൽക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. വലിയൊരു തുക അതിൻ്റെ പേരിൽ ഓൺലൈനിലേക്ക് കൊടുക്കപ്പെടാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എന്ന് വെച്ചാൽ ഞാൻ അതിൽ നിന്ന് മാറി നിന്നിട്ട് കാര്യമില്ല. ഞാൻ അതിനെതിരെ ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ അസോസിയേഷൻ വഴിയൊക്കെ സമരം ചെയ്യാൻ നേതൃത്വം കൊടുത്ത ആളാണ്. 10 ദിവസത്തോളം ഇവിടുത്തെ സ്വിഗ്ഗി സൊമാറ്റോയിൽ ഫുഡ് കൊടുക്കണ്ട എന്ന് തീരുമാനമെടുത്ത ആളാണ്. പക്ഷെ നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, അതിന് ജനങ്ങളുടെ സഹകരണം കൂടി വേണം. എന്തു തന്നെയായാലും ഞങ്ങൾ ജീവിക്കുന്ന ഈ തക്കാരം റെസ്റ്റോറൻറ്റ് തുടങ്ങി ഇത്രയും വർഷമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ നാടിൻ്റെ കച്ചവടക്കാരുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ നറുക്കെടുപ്പിനെ എന്നെ ക്ഷണിച്ചതിന് ഞങ്ങളുടെ ഈ പൊന്നൂരിൽ ഏരിയയിലുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആൾക്കാരോട് ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്
ശ്രീ ഷാനവാസ് താങ്കളുടെ സാന്നിധ്യത്തിനും അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് ആശംസകൾ അർപ്പിച്ചതിന് ഞങ്ങളുടെ നന്ദി. ഇനി നമുക്കറിയാം ഇവിടുത്തെ റൈസ് റിസർച്ച് റോഡ് റെസിഡൻസ് അസോസിയേഷൻ 4R അല്ലേ 4R സെക്രട്ടറി റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി 4R 4R സെക്രട്ടറി RRRAയുടെ സെക്രട്ടറി ശ്രീ സന്തോഷ് അവരുകൾ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഓരോ പ്രദേശത്തെയും ഈ ദേശവാസികളെ ഒരു ആവശ്യമായി തീർന്നിരിക്കുകയാണ് ഈ കച്ചവട സ്ഥാപനങ്ങൾ. അതായത് പ്രസിഡന്റ് അതുപോലെ ഉദ്ഘാടകരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ വരവ് അതൊരു വളരെ ഇവർക്ക് ഭയങ്കര ഒരു തിരിച്ചടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആവശ്യമായി ചെയ്തിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പഴയ കാലത്ത് ഈ ചെറിയ കടകളിൽ മാസം പറ്റ് എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഒറ്റയ്ക്ക് ചെറുപ്പത്തിൽ അത് നമ്മൾ ഒരു എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഈ നാട്ടുപുറത്തൊക്കെ ചെയ്തിട്ട് മാസം അവസാനം അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ എല്ലാവരും അനുഭവിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പ്രദേശത്തെ ഈ കച്ചവട സ്ഥാപനങ്ങൾ വളർന്നു വരണം. അവരെ പിടിച്ചു നിർത്തേണ്ടത് ഈ പ്രദേശത്തിൻ്റെ ആവശ്യമാണ്. എല്ലാവിധ ആശംസകളും അസോസിയേഷൻ്റെ പേരിൽ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളെ അഭിസംബോധന സംസാരിക്കാനായിട്ട് ഈ സ്ഥലം അനുവദിച്ചു തരികയും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ റൈസ് റിസർച്ച് റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്ന ശ്രീ ഇന്ത്യയുടെ നവറയിലേക്ക് കിട്ടും. നമ്മുടെ ഈ പരിപാടിയിൽ ഞങ്ങൾ പ്രത്യേകം ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് നാടകം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ പിന്നെ ആവർത്തിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അസോസിയേഷനിലെ ഏകോപന സമിതി പൊന്നുന്ന യൂണിറ്റിൻ്റെ വളരെ സീനിയർ മെമ്പറാണ് നമ്മുടെ ശ്രീ തങ്കപ്പൻ പിള്ള. ഇവിടെ തൊട്ടും നിങ്ങൾക്ക് മുമ്പിൽ കാണാവുന്ന ഉഷ മെഡിക്കൽസിൻ്റെ ഓണർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഇതിലോട്ട് സ്വാഗതം ചെയ്തു. പ്രിയമുള്ളവരെ, നറുക്കെടുപ്പ് ആരംഭിക്കാൻ പോവാണ്. ഒന്നുകൂടി ഓർമ്മിക്കട്ടെ, ഇവിടെ കൂടി നിൽക്കുന്നവരാരെങ്കിലും ഇനി സ്വന്തം പേരും നമ്പറും എഴുതി ഈ ബോക്സിൽ നിക്ഷേപിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരമാണ്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഈ നറുക്കെടുക്കുമ്പോൾ കിട്ടുന്ന പേര് നിങ്ങളുടെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പർച്ചേസ് കൂപ്പൺ കൂടി ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ നറുക്കെടുക്കുന്നത് 5 പ്രൈസസ് ആണ്. ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കക്കാരത്തിൻ്റെ ഉടമ ശ്രീ ഷാനവാസ് അവറുകൾ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു പെഡസ്റ്റൽ ഫാനാണ്. അതുപോലെ തന്നെ നമ്മുടെ KVVS പൊന്നുരുന്നി സ്പോൺസർ ചെയ്തിട്ടുള്ള ഹോം തിയേറ്ററാണ് രണ്ടാം സമ്മാനം. മൂന്നാം സമ്മാനം ഒരു സീലിംഗ് ഫാനാണ്. നാലാം സമ്മാനം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ റോഡിൻ്റെ അങ്ങേറ്റ ധന്യ ജംഗ്ഷൻ്റെ അപ്പുറത്തുള്ള വൃത്തി സ്റ്റോർ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ക്ലീനിങ് കിറ്റാണ്. അതുപോലെ അഞ്ചാമത്തെ സമ്മാനം ഹൈവേയിൽ നമുക്കറിയാവുന്ന പോലെ ഫാഷൻ പെയിൻറ്റ് ശ്രീ അഖിൽ രാജ് സംഭാവന ചെയ്തിട്ടുള്ള അയൺ ബോക്സാണ്. തുടർന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പങ്കെടുത്തിട്ടുള്ളവരുടെ പേര് നറുക്കെടുത്ത് നൽകുന്ന സമ്മാനം കൂടിയുണ്ട്. നമുക്ക് നറുക്കെടുപ്പിലേക്ക് കടക്കാം. ഇന്ന് നറുക്കെടുക്കുന്ന സംഖ്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,001 മുതൽ 25,300 വരെയുള്ള സംഖ്യകളാണ് ഇന്ന് നറുക്കെടുപ്പിലൂടെ ഈ സമ്മാനങ്ങൾ വിതരണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇത്രയും നമ്പറുകളിൽ ഏകദേശം 25,300 വരെ വരുന്ന നമ്പറുകളിൽ ഒരു 50 നമ്പർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് 15,901 മുതൽ 15,950 വരെയാണ്. കാരണം ഇനി ആ നമ്പർ എങ്ങാനുമാണ് നറുക്കെടുപ്പിൽ കിട്ടുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളത് പിന്നീട് ആരും ചോദിക്കരുത്. അതിനുള്ള കാരണം വേറൊന്നുമല്ല, ഒരു സമ്മാന കൂപ്പൺ അടങ്ങിയ പുസ്തകം ഞങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. അതാണ് അതിനുള്ള കാരണം. അതെ പ്രിയമുള്ളവരെ, അപ്പോൾ 10,001 മുതൽ 25,300 വരെയുള്ള നമ്പറുകൾ ആയതുകൊണ്ട്
അതിന് ആദ്യത്തെ സംഖ്യ മാത്രമാണ് ആദ്യം നറുക്കെടുപ്പ് എടുക്കാൻ പോകുന്നത്. അത് 1 2 ആകാം ആദ്യത്തെ സംഖ്യ. അപ്പോൾ 1 2 മാത്രം നറുക്കിട്ടിട്ടായിരിക്കും ആദ്യം എടുക്കണ. 1 ആണോ 2 ആണോ തുടങ്ങുന്നത് നമുക്കറിയാം. ആ 2 നമ്പർ മാത്രം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ആദ്യത്തെ നറുക്കെടുപ്പ്, ആദ്യത്തെയും രണ്ടാമത്തെയും നറുക്കെടുപ്പ് നമ്മുടെ ഇന്ന് വിശിഷ്ടാതിഥിയായ ശ്രീ ഷാനവാസ് അക്കാരം റെസ്റ്റോറന്റ് ഉടമയാണ് എടുക്കുന്നത്. നമ്പർ റെഡിയായി സെക്രട്ടറി നിൽക്കുന്നുണ്ട്. 1 ആണോ 2 ആണോ എന്ന് ഇപ്പൊ നമുക്കറിയാം. 2 ആണ്. എടുത്തില്ലേ? 2 ആണ്. അപ്പോൾ 2 ആയതുകൊണ്ട് നമുക്കിനി നോക്കാനുള്ള 25,000 ആണ് നമ്പർ. 25,300 വരെയുള്ളൂ. അപ്പോൾ അത് 0 1 2 3 4 5 എന്നീ നമ്പറുകൾ മാത്രമാണ് ഇപ്പോൾ നറുക്കിടാൻ പോകുന്നത്. കാരണം 25,000 വരെയുള്ള 26 ഇല്ല. 0 1 2 3 4 5. രണ്ടാമത്തെ സംഖ്യ ഏതാണെന്ന് അറിയാൻ 20,000 മുതൽ 25,300 വരെയുള്ള ഏത് നമ്പറും ആകാം. 0 1 2 3 4 5 അല്ലെ? രണ്ടാമത്തെ നമ്പർ ഇപ്പൊ നമുക്കറിയാം 4 ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, 24,000 മുതൽ 24,999 വരെയുള്ള നമ്പറുകളിൽ ഏതെങ്കിലും ആയിരിക്കും ഇന്നത്തെ നറുക്കെടുപ്പ്. 4 ആയതുകൊണ്ട് ഇനി 0 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറും ഇടാം. 0 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറും ഇടാം. 24,000 അടുത്ത നമുക്ക് കിട്ടും. 6. അപ്പോൾ 24,600 മുതൽ 24,699 വരെയുള്ള ഏതോ നമ്പറിനാണ് ഇന്നത്തെ ഒന്നാം സമ്മാനമായ പെഡസ്റ്റൽ ഫാൻ ലഭിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിരിക്കുന്നു. 24,620 മുതൽ 29 വരെയുള്ള നമ്പറുകളിൽ ആർക്കോ ഒരാൾക്കാണ് ഇന്നത്തെ സമ്മാനം. ആ കൂപ്പൺ കൊടുത്ത കട ഏതാണെന്ന് ഇപ്പൊ നമുക്കറിയാൻ പറ്റും. 5 ആണ്. 5 ആണ് വീട്ടിലെ ശ്രീ ആന്റണി എനിക്ക് ഇവിടുത്തെ നമ്പർ തരുന്നതാണ്. ആരാണ് ആ നമ്പർ? എത്രയാണ് ഒന്നുകൂടി പറഞ്ഞത്? ഷെൽവി മുരുകൻ എന്ന് പറയുന്ന നമ്മുടെ മെമ്പറായ വൈറ്റില ജംഗ്ഷന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 25 കോടി നറുക്ക് ലഭിച്ച ആ ഭഗവതി ലോട്ടറിക്ക് തൊട്ട് ഓപ്പോസിറ്റുള്ള ആ കടയിൽ നിന്നും കൊടുത്തിട്ടുള്ള കൂപ്പണാണ് ഈ നറുക്ക് ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാം സമ്മാനത്തിന് നറുക്കെടുപ്പിലോട്ട് പോകാം. രണ്ടാം സമ്മാനവും അദ്ദേഹം തന്നെയാണ് നറുക്കെടുക്കാൻ പോകുന്നത്. രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് ഹോം തിയേറ്റർ ആണ്. വീണ്ടും നമുക്ക് നോക്കാം 1 ആണോ 2 ആണോ എന്ന് ആദ്യത്തെ സംഖ്യ. 10,001 മുതൽ 25,300 വരെയുള്ള സംഖ്യകളുടെ നറുക്കെടുപ്പാണ് ആദ്യം. അപ്പോൾ 1 ആണോ 2 ആണോ എന്ന് നമുക്ക് നോക്കാം. 1 2 മാത്രമാണ്. 2 ആണ്. അപ്പോൾ വീണ്ടും 2 ആണ് കിട്ടിയിട്ടുള്ളത്. 20,000 മുതൽ 25,300 വരെയുള്ള ഏതോ ഒരു നമ്പറിനാണ് ഈ രണ്ടാം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാമത്തെ നമ്പർ അറിയാനായിട്ട് 0 1 2 3 4 5 വരെ മാത്രം. 0 1 2 3 4 5. യെസ്. അപ്പൊ രണ്ടാമത്തെ നമ്പർ ഇപ്പൊ നമുക്കറിയാം 3 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 23,000 മുതൽ 23,999 വരെയുള്ള നമ്പറാണ് മുഴുവൻ ഇടാം. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറും ഇടുന്നുണ്ട്. 23,000 മുതൽ 23,999 വരെയാണ്. അടുത്ത 9 ആണ്. അപ്പോൾ 23,900 മുതൽ 999 വരെയുള്ള നമ്പറാണ്. 23,900 മുതൽ 999 വരെയുള്ള നമ്പർ 6 ആണ്. അപ്പൊ കുറച്ചുകൂടി പിക്ചർ എടുത്തിരിക്കുന്നു. 23,960 മുതൽ 969 വരെയുള്ള നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. 960 മുതൽ 969. 8 ആണ്. ഈ സമ്മാന കൂപ്പൺ കൊടുത്ത കടയുടെ പേര് എനിക്കൊന്ന് പറയാമോ? രാജേഷ് ജെട്ടി. യെസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെമ്പറാണ്. നമ്മുടെ പൊന്നുരുന്നി അമ്പലത്തിന് തൊട്ടപ്പുറത്ത് ഒരു വലിയ ഹോൾസെയിൽ പച്ചക്കറി കടക്കാരനുണ്ട്. RJ വെജിറ്റബിൾസ് എന്ന ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്ന ശ്രീ രാജേഷ് ജെട്ടി കൊടുത്ത കൂപ്പണാണ് ഈ നറുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാനും അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ആ ഭാഗ്യവാൻ ചിലപ്പോൾ ഞാനാകട്ടെ വീട്ടിൽ പോയി നോക്കാം നമുക്ക് വിചാരിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും മൂന്നാമത്തെ നറുക്കെടുപ്പിനായി നമുക്ക് നമ്മുടെ സന്തോഷേട്ടനെ ക്ഷണിക്കാം. സന്തോഷേട്ടൻ മൂന്നാമത്തെ നറുക്കെടുപ്പാണ്. മൂന്നാമത്തെ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് സീലിംഗ് ഫാനാണ്. ഒരു സീലിംഗ് ഫാനാണ്. വീണ്ടും 1 ആണോ 2 ആണോ നമുക്ക് തുടങ്ങാം. 10,001 മുതൽ 25,300 വരെയുള്ള നമ്പറുകളിൽ ഏതെങ്കിലും ആയിരിക്കും. 1 ആണോ 2 ആണോ? 1 ആണ്.
അപ്പോൾ ഇത്തവണ ഒന്നാണ് ലഭിച്ചില്ല. അപ്പോൾ 10,001 മുതൽ 19,999 വരെയാണ്. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള നമ്പർ ഇട്ടിട്ടാണ് എടുക്കുന്ന. അടുത്ത സംഖ്യ ഇപ്പൊ ഏതാണ് നമുക്കറിയാം. 15,000 മുതൽ 15,999 വരെയുള്ള നമ്പർ ആയിരിക്കും. അടുത്ത 7ആണ്. അപ്പൊ 15,700 മുതൽ 15,799 വരെയുള്ള നമ്പറുകളിൽ ഏതെങ്കിലും ആയിരിക്കും ഈ സമ്മാനം ലഭിച്ചിട്ടുണ്ടാവുക. 6ആണ്. 15,760 മുതൽ 15,769 വരെയുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കും. 15,707 കിട്ടിയിട്ടുള്ളത്. 15,707 അല്ലേ? 770 അല്ല, 767 ആരാണ്? രജനൻ കെ ആർ. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ അമ്പലത്തിന് നേരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു TKB സ്റ്റോർ എന്ന് പറയുന്ന ഒരു C ക്ലാസ് കടയാണ്. അദ്ദേഹം കൊടുത്തിട്ടുള്ള കൂപ്പൺ ലഭിച്ചിട്ടുള്ള ആർക്കുമാണ് ലഭിച്ചിട്ടുള്ള ഈ നമ്പർ. ഇനി നമുക്ക് 4ാമത്തെ നറുക്കെടുപ്പിലേക്ക് പോകാം. അതിന് നമുക്ക് ശ്രീ ഇന്ത്യയുടെ നമ്പറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 4ാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വൃത്തി സ്പോൺസർ ചെയ്തിട്ടുള്ള ക്ലീനിക് കിറ്റിനായിട്ടുള്ള നറുക്കെടുപ്പാണ് നടക്കുന്നത്. ഈ നമ്പറുകൾ തുടങ്ങുന്നത് വീണ്ടും 1-ലാണോ 2-ലാണോ നമുക്ക് നോക്കാം. 2ആണ്. അപ്പോൾ 20,000 മുതൽ 25,300 വരെയുള്ള നമ്പറുകളാണ്. അതുകൊണ്ട് 25,300 വരെയുള്ളത് കൊണ്ട് 012345 012345 എന്നുള്ള നമ്പറാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. 2ാമത്തെ നമ്പർ 2ആണ്. അപ്പോൾ 22,000 മുതൽ 22,999 വരെയുള്ള ഏത് നമ്പറുമാകാം മുഴുവനും. 22,000 2 തന്നെയാണ്. അപ്പോൾ 22,200 മുതൽ 22,299 വരെയുള്ള ഏത് നമ്പറുമാകാം ഈ 4ാം സമ്മാനം. 3ആണ്. അപ്പോൾ 22,230 മുതൽ 39 വരെയുള്ള ഏത് നമ്പറുമാകാം. 8ആണ്. അപ്പോൾ 22,238 നമ്പർ. ആരാണ്? കേട്ടില്ല. സാജൻ. ഓക്കെ. പുതിയതായി നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചെട്ടിച്ചിറ പൊന്നുരുതി ചെട്ടിച്ചിറയിൽ ഒരു പുതിയൊരു ബേക്കറി സ്റ്റാർട്ട് ചെയ്യുന്നത് സാസ് എന്ന് പറയുന്ന ഒരു ബേക്കറിയാണ്. സാസ് ബേക്കറിയാണ്. സാജൻ അദ്ദേഹം കൊടുത്തിട്ടുള്ള ടിക്കറ്റാണ് ഈ നറുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ 5ാമത്തെ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് രാജേഷ് പെയിന്റ്സ്, ഇവിടെയുള്ള ഫാഷൻ പെയിന്റ്സ് ഫാഷൻ പെയിന്റ്സ് സംഭാവന നൽകിയിട്ടുള്ള അയൺ ബോക്സ് ആണ്. ശ്രീ അഖിൽ രാജ് സംഭാവന നൽകിയിട്ടുള്ള അയൺ ബോക്സ് ആണ്. നമുക്ക് ആ നറുക്കെടുപ്പ് വീണ്ടും ആരംഭിക്കാം. അതിനായി നമ്മുടെ ഇവിടുത്തെ തൊട്ട് മുമ്പിൽ കാണുന്ന ഉഷ മെഡിക്കൽസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ കാലമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഓണറായ ശ്രീ തങ്കപ്പിള്ള അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. 1ആണോ 2ആണോ നമുക്കിപ്പോൾ അറിയാം. 1, 2 മാത്രം ഇട്ടിട്ടാണ്. 1ആണ്. അപ്പോൾ 10,001 മുതൽ 19,999 വരെയുള്ള നമ്പറിൽ ഏതോ ഒരു സമ്മാന കൂപ്പൺ ആണ് ഈ നറുക്ക് ലഭിക്കുന്നത്. എല്ലാം മുഴുവനിട്ടുള്ളൂ. 2ആണ്. അപ്പോൾ 12,000 മുതൽ 12,999 വരെയുള്ള ഏതോ നമ്പറിലാണ് ഇത്തവണത്തെ നറുക്കെടുപ്പ് ഈ നറുക്ക് ലഭിച്ചിട്ടുള്ളത്. സമ്മാനം ലഭിക്കുന്നത് 7. 12,070 മുതൽ അല്ലേ? 12,700 മുതൽ 12,799 വരെയുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കും. 9ആണ്. അപ്പോൾ 12,790 മുതൽ 99 വരെയുള്ള ഏതോ നമ്പറാണ്. അനുചേട്ടാ കിട്ടിയല്ലോ ആളെ. 12,790 മുതൽ 99 വരെയുള്ള 3ആണ്. 12,793 എന്ന് പറയുന്ന കൂപ്പണാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഈ കൂപ്പൺ ഈ സമ്മാനം ലഭിച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ ഇവിടുത്തെ ഫാഷൻ പെയിന്റ്സ് ശ്രീ അഖിൽ രാജ് സമ്മാനം നൽകിയിട്ടുള്ള അയൺ ബോക്സ് ആണ്. അത് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ മെമ്പറായ
പൊന്നുരുന്നി പാലത്തിന് സൈഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അക്വാപെറ്റ് എന്ന് പറയുന്ന അക്വേറിയം നടത്തുന്ന ശ്രീ ഷൈസൻ കൊടുത്തിട്ടുള്ള കൂപ്പണാണ്. അവിടുന്ന് സാധനം മേടിച്ചിട്ടുള്ള ഏതോ ഒരു കസ്റ്റമറിനാണ് ഈ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ നറുക്കെടുപ്പിലെ ഏറ്റവും പ്രധാനമായ നറുക്കെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേര് നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഈ ബോക്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ നമ്പറിനാണ് ഇപ്പോൾ നറുക്കെടുക്കാൻ പോകുന്നത്. അതിവിടെയുള്ള കാണിയൊക്കെ ആർക്കെങ്കിലും വന്നെടുക്കാവുന്നതാണ്. കാണി ഇവിടെ ഇപ്പോൾ നോക്കിയിട്ട് ഒരു ലേഡി മാത്രമേ ഉള്ളൂ. ആ ലേഡി അവിടെ നിൽപ്പുണ്ട്. വിഷ്ണു, ആ ലേഡി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളൂ. അവിടെ ഒന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉണ്ടോ? രണ്ടെണ്ണം കൂടി ഉണ്ട്, ലാസ്റ്റാണ്. അതുകൂടി ഇട്ടോ, ഒന്ന് സപ്ലൈ ചെയ്തോളൂ. ഇങ്ങോട്ട് കയറി വന്നു. ഇത് ഈ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ശ്രീമതി ഹേമലത. ഹേമലത ഇവിടെ ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നോക്കട്ടെ. ഉണ്ടോ? ശരി, ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലേ? ആ, ഓക്കെ. അപ്പൊ ശ്രീമതി ഹേമലതയ്ക്ക് നമ്മുടെ ഇന്ന് 500 രൂപയുടെ 500 റുപ്പീസിന്റെ വൗച്ചർ കൊടുക്കാം. ആ വൗച്ചർ നൽകുന്നതിനായി നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. യെസ്, വരും. അപ്പോൾ നമ്മുടെ പർച്ചേസ് കൂപ്പണാണ്, അറിയാവുന്ന പോലെ തന്നെ 500 രൂപയുടെ പർച്ചേസ് കൂപ്പണാണ്. 500 രൂപയുടെ ഉണ്ട്. നമ്മുടെ ഇവിടെ കാണുന്ന നമ്മുടെ ഏത് മെമ്പറെ കടയിൽ പോയി വാങ്ങിച്ചാലും ഈ പൈസ റിഡീം ചെയ്യുന്നതാണ്. കൊടുത്തു. താങ്ക് യു വെരി മച്ച്. ഒരു പ്രിവിലേജ് നമ്മുടെ ചീഫ് ഗസ്റ്റിന് കൊടുക്കാണ്. അല്ല, ഈ പ്രോഗ്രാം ഒരു രസകരമായി നടന്നു. കാരണം ഇവിടെ ഒരു ലേഡിയാണ് എടുക്കാനുള്ളതെന്ന് പറഞ്ഞു. ആ ലേഡിയെ വിളിച്ചപ്പോൾ മറ്റൊരു ലേഡി, എനിക്ക് ടെൻഷനായി. അയ്യോ, ഒരു ലേഡി കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് കിട്ടിയ ഹേമല ചേച്ചിക്കും ഫാമിലിക്കും എൻ്റെ വക ഒരു ഡിന്നർ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ എന്താ പറയുക, ഡബിൾ ധമാക്കയായി ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടുത്തെ പരിപാടി വളരെയധികം മനോഹരമായി നടത്താനായിട്ട് സഹായിച്ച നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്ററായ ശ്രീ ആന്റണി ജോസഫ് ഇവിടെ ഉണ്ട്. ഒന്ന് കൈവയ്ക്കാണെങ്കിൽ എല്ലാവരും കാണട്ടെ. ഒന്ന് ശ്രീ ആന്റണി ജോസഫ് ഉണ്ട്. അതുപോലെ തന്നെ അനൂപ്, എവിടെ പോയി അനൂപ് ഉണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് കോർഡിനേറ്ററായി പ്രവർത്തിച്ച ആ പരിചയം ഇവിടെ കൂടി സമ്മാനം ചെയ്ത ശ്രീ ജോഷിയുണ്ട്, മരിയൻ ട്രേഡേഴ്സിലെ. അതുപോലെ തന്നെ ഇവിടെ നിരവധി കമ്മിറ്റി മെമ്പർമാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നതിനായി നമ്മുടെ ഇവിടുത്തെ കോർഡിനേറ്ററായ ശ്രീ ആന്റണി ജോസഫിനെ ക്ഷണിച്ചു കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊന്നുരുന്നി യൂണിറ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമ്മാന പദ്ധതിയുടെ 7ാമത് നറുക്കെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഒരു ആശയം ആദ്യമായി കൊണ്ടുവരികയും അത് നടപ്പാക്കാനും വേണ്ടി അക്ഷീണം അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരുന്ന നമ്മുടെ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ സുധീർ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും കൂടിയാണ്. അദ്ദേഹത്തിനോട് ഉള്ള യൂണിറ്റിൻ്റെ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച തക്കാരം റെസ്റ്റോറൻറ്റ് ഉടമ ഷാനവാസ് സാറുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാനും ജോഷിയേട്ടനും അനൂപും കൂടി പോയി സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അപ്പോൾ തന്നെ ഫസ്റ്റ് പ്രൈസ് ഓഫർ ചെയ്യുകയും ചെയ്തു. അതിനുള്ള കൃതജ്ഞതയും നന്ദിയും ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് റൈറ്റ് റെസിഡൻറ്റ് റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി സന്തോഷേട്ടനാണ്. അദ്ദേഹത്തെ ഞങ്ങൾ പോയി കണ്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ വന്നുകൊള്ളാം, പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് വഹിച്ചതിനുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത മുൻ സെക്രട്ടറി അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറിയായ ജോണിച്ചേട്ടനാണ്. അദ്ദേഹം നമുക്ക് ഇതുപോലെ സ്ഥലം നമ്മൾ ആദ്യം അവിടെ ചെയ്യാമെന്നാണ് തീരുമാനിച്ചപ്പോൾ അവിടെ സൗകര്യക്കുറവുള്ളതുകൊണ്ട് ഇവിടെ ചെയ്യാം, അതിനുള്ള എല്ലാ സൗകര്യം ചെയ്തു തരാം, എന്തുകൊണ്ടും ചെയ്തു തരാമെന്നൊക്കെ പുള്ളി അദ്ദേഹം അന്നേരം ഓഫർ ചെയ്താണ്. ഇവിടെ വന്ന് നമ്മളോടൊപ്പം അല്പസമയം സഹകരിച്ചതിനുള്ള യൂണിറ്റിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത തങ്കപ്പൻപിള്ള ചേട്ടനാണ്, നമ്മുടെ സീനിയർ മെമ്പറാണ്. എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന തങ്കപ്പൻപിള്ള ചേട്ടനും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ കമ്മിറ്റിക്കാർ നമ്മുടെ അരുൺ കുമാർ നമ്മുടെ സെക്രട്ടറിയാണ്. വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി അരുൺ ചേട്ടനോടുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇവിടെ നന്ദിക്കുന്ന എല്ലാ നാട്ടുകാരോടും കസ്റ്റമേഴ്സിനോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാർത്തകൾ സമർപ്പിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, ഇനി ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ വന്ന വിശിഷ്ടാതിഥികൾക്ക് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒരു ടോക്കൺ ഓഫ് ലവ് തരാൻ ആഗ്രഹിക്കുകയാണ്.
അതിനായി ഇവിടുത്തെ മെയിൻ കോർഡിനേറ്റർ ആയിരുന്ന ശ്രീ ആന്റണി ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ് നമ്മുടെ ചീഫ് ഗസ്റ്റ് കൊടുക്കാനായിട്ട്. Sir, thank you very much for your presence and contribution. Thank you very much. ആൻഡ് നമ്മുടെ ഇവിടുത്തെ വീണ്ടും കോർഡിനേറ്റർ ആയിരുന്ന ശ്രീ അനൂപിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ റൈസ് റിസർച്ച് റോഡ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ സന്തോഷ് ചേട്ടനൊരു ടോക്കൺ ഓഫ് ലവ് നൽകാനായിട്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ ഈ രണ്ട് കോർഡിനേറ്ററിനോട് ഒപ്പം തന്നെ പ്രവർത്തിച്ചതാണ് നമ്മുടെ ശ്രീ ജോഷി ചേട്ടന് കൂടി ഒരു മെമ്മൻറ്റോ നൽകാനായി ശ്രീ ഇന്ദുചൂടൻ അവർക്കൊരു ടോക്കൺ ഓഫ് ലവ് നൽകുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടുത്തെ ഈ അസോസിയേഷൻ്റെ നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി 1990-ൽ, അപ്പോൾ എത്ര വർഷമായിരുന്നൊന്ന് കണക്കാക്കിക്കോളൂ, ഈ 36 വർഷം ഈ അസോസിയേഷൻ അല്ലെങ്കിൽ ഈ യൂണിറ്റിൻ്റെ തുടക്കക്കാരനായി അമരക്കാരനായി വന്ന ശ്രീ ആദ്യത്തെ പ്രസിഡന്റായ ശ്രീ ഷാജി CB ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഒരു നമ്മുടെ സീനിയർ മെമ്പർക്ക് ഒരു ടോക്കൺ ഓഫ് ലവ് നൽകുന്നതായി ക്ഷണിച്ചുകൊള്ളുന്നു. കാരണം ഇവരൊക്കെ ഒരുമിച്ച് തുടങ്ങിയതാണ്. എല്ലാം റെഡിയാക്കിയിട്ട് ആ തേരിൽ ഞങ്ങൾ കയറി യാത്ര ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. ഇവിടുത്തെ മനോഹരമായ ഒരു സായം സന്ധ്യയിൽ ഈ പരിപാടി മനോഹരമായി കോർഡിനേറ്റ് ചെയ്ത കോർഡിനേറ്റർക്കും അതുപോലെ തന്നെ താങ്ക് യു പറഞ്ഞ ആന്റണി ജോസഫിനും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഓണം വ്യാപാരോത്സവം 2025 7ാമത് നറുക്കെടുപ്പ് ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സോ മച്ച്.